ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പ്ലം കേക്കാണ്. അപ്പോൾ ഇതിന് വലിയ സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റായിട്ട് ഞാനിവിടെ മേക്ക് ചെയ്തെടുക്കുന്നത് കാരമലാണ്. അപ്പം ഇതിലോട്ടേക്ക് ഞാൻ 1/4 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ വെള്ളമാണ്. ഇത് നല്ല രീതിക്ക് തന്നെ മെൽറ്റായിട്ട് വരണം. നമുക്ക് ഈ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് വേണ്ടത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് ഉണക്കമുന്തിരി, അതുപോലെ തന്നെ ബദാം, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, ചെറി, പിന്നെ ഈത്തപ്പഴം, പിന്നെ ഡ്യൂട്ടി ഫ്രൂട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. ഡ്രൈ ഫ്രൂട്ട്സ് 1 കപ്പാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. ഇതിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ടേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ടേക്ക് പിന്നെ വേണ്ടത് ഡ്രൈഡ് ജിഞ്ചർ ആണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ജാതിക്കക്കുരുവിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, പിന്നെ 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ടയും. ഇത് നമുക്ക് നല്ലവണ്ണം മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് എഗ്ഗ് ചേർക്കാം. ഇതിലോട്ടേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. നമുക്ക് മിക്സിയിലിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ തേൻ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് നല്ലവണ്ണം അടിച്ചെടുക്കാം. നമുക്ക് ഇതിലോട്ടേക്ക് 1 കപ്പ് മൈദ ഒന്ന് നല്ലോണം അരച്ചെടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ്. ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അപ്പം നമുക്ക് ബട്ടർ പേപ്പറിൽ ഓയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഞാനിപ്പം കേക്ക് ഉണ്ടാക്കാൻ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മിക്സിലോട്ടേക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ ഈ മുട്ടയുടെ ഒരു മിക്സ് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഓറഞ്ചിൻ്റെ നീര് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അടുത്തായിട്ട് 1/4 കപ്പ് നമ്മൾ കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബാറ്റർ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കേക്ക് ചൂടാൻ വേണ്ടി അടിയിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ ബട്ടർ പേപ്പർ തേച്ച ഈ ഒരു നമ്മുടെ പാന് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ ബാറ്ററി പാനിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം തട്ടണം. നമ്മൾ എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളാക്കുന്ന വീഡിയോസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നല്ല സോഫ്റ്റ് കേക്കാണ്.